അൻപിനെ കുറിച്ച് ചിലരോടെങ്കിലും അഭ്യർത്ഥിക്കാൻ തോന്നാറുണ്ടോ? ചിന്തകളിൽ ഇങ്ങനെ നമ്മളെ മാത്രം കുടിയിരുത്താതിരിക്കാൻ. എല്ലാ ഗവേഷണ നിരീക്ഷണങ്ങളും നമ്മളിലേക്ക് മാത്രം കേന്ദ്രീകരിപ്പിക്കാതിരിക്കാൻ. ഗൂഢാലോചനകളിലും ആസൂത്രണങ്ങളിലും നിരന്തരം മുഴുകി സ്വസ്ഥം ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാൻ. സംഭാഷണങ്ങളിൽ സന്ദർഭഭേദമന്യേ എങ്ങും എവിടെയും നമ്മളെ മാത്രം പ്രശ്നവൽക്കരിക്കാതിരിക്കാൻ. അങ്ങനെ 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 സ്വസ്ഥതയും സമാധാനവും സർഗാത്മകതയും സ്വയം നഷ്ടപ്പെടുത്താതിരിക്കാൻ. ഒന്നുറപ്പാണ്, പ്രണയത്തിൽ, സൗഹൃദങ്ങളിൽ പോലും ഒരാളും നിങ്ങളെ ഇങ്ങനെ ഓർമ്മിച്ചിരിക്കാൻ ഇടയില്ല. ദോഷൈക ദൃക്കുകൾ സാമൂഹിക വിരുദ്ധരായ മാനസിക രോഗികളാണ്. ദുർബലരായ അവരുടെ മനസ്സുകൾ സങ്കല്പങ്ങളിലും അജ്ഞാത ശത്രുക്കളെ തേടിക്കൊണ്ടേയിരിക്കും. സാങ്കല്പികമായി യുദ്ധങ്ങളിൽ ഏർപ്പെടും. ആത്മവിശ്വാസം തൊട്ടു തീണ്ടാത്ത അവരുടെ വിഭ്രാന്തികളിൽ പരിഭ്രമം വേണ്ടതില്ല. കൊടുങ്കാറ്റിന്റെ ഏതു ലക്ഷണങ്ങളിലും അവർ ചതുപ്പുകളിലേക്ക് പതുങ്ങിക്കിടക്കും. ദയനീയമാം വിധം നിലവിളിച്ചെന്നും ഇരിക്കും. ഒഴുക്കിലെ ഉറുമ്പിന് ഒരു ഇല എന്നതുപോൽ കൈകൾ നീട്ടാൻ നിൽക്കരുത്. ചതുപ്പിന്റെ തണുപ്പിലേക്കവർ അൻപിനെ വലിച്ചിടും. ശ്വാസത്തെ ഒരു കുമിള പോലുമാകാനാകാതെ ചതുപ്പിലേക്ക് ചവിട്ടിത്താഴ്ത്തും. വഴികളുണ്ട് ചിലവ, ഒന്നുകിൽ ഒഴിഞ്ഞു പോകാം. എന്നിട്ടും മൂർധാവിൽ പതിക്കും കൂടമൊന്നെങ്കിൽ, പിന്നാലെ ഒരു കത്തി പതുങ്ങി വരുന്നെങ്കിൽ, ആഴമേറും ചതിക്കുഴികൾ വഴികളിലെവിടെയുമെങ്കിൽ, സമരമാകാം അതിജീവിക്കാൻ, പ്രതിരോധമാകാം നിലനിന്നിടാൻ.